നേപ്പാളിൽ നിന്ന് ബോബി ഒരു 12-13 ദിവസം നമ്മുടെ കൂടെ നാട്ടിൽ നിന്ന് വന്ന ഒരു ഫാമിലി. ഇതാ എല്ലാവരും ഇവരുടെ വീഡിയോസ്, ഫോട്ടോസ്, അനുഭവങ്ങള്, എഴുത്തുകള്, വിവരണങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. അങ്ങനെ അവര് നേപ്പാളിൽ വന്നതിന് ശേഷം അവസാനം പോവുകയാണ്. ചേച്ചിമാർക്ക് ഭയങ്കര സങ്കടമാണ് പോകാൻ. അതിവിടെ വരുന്ന എല്ലാ ഫാമിലീസിനും അങ്ങനെ തന്നെയാണ്. കാരണം അവർ പോകുമ്പോൾ അവർക്കൊരു, നമ്മളൊക്കെ ചെറുപ്പത്തിൽ നാട്ടിലെ വീട്ടിൽ പോയിട്ട് അമ്മ വീട്ടിൽ നിന്ന് തിരിഞ്ഞു വരുന്ന പോലെ, അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു വിഷമമുണ്ടാകും. പക്ഷെ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ജീവിതം ഒരു യാത്രയാണ്. ഇനി നമ്മൾ ജീവൻ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ കണ്ടുമുട്ടും. അപ്പൊ നമ്മുടെ മണികണ്ഠൻ സാറിന്റെ 12 ദിവസം നമ്മുടെ നേപ്പാളിലെ അനുഭവങ്ങളൊക്കെ നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ടാവും. അപ്പൊ നേപ്പാളിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ട് ആർക്കും എപ്പോഴും വരാവുന്ന ഒരു രാജ്യം. എത്ര നാള്, ഒരു 10 മാസമെങ്കിലും നമുക്കിവിടെ സന്ദർശിക്കാനുള്ള സ്ഥലങ്ങള്, സൗകര്യങ്ങള്, കാഴ്ചകള്, അനുഭവങ്ങള്, പീസ്ഫുൾ കൺട്രിയാണ്. പിന്നെ ഡോക്യുമെന്റിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവരും വിചാരിക്കും ഞാൻ എന്തിനാ ഇത്രമാത്രം പ്രൊമോട്ട് ചെയ്യുന്നത്. ഞാനൊരു 18 കൊല്ലമായിട്ട് ഇവിടെ ഉണ്ട്. ഈ രാജ്യമാണ് എനിക്ക് എല്ലാം തന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ മക്കള് ജനിച്ചത് ഇവിടെ, എന്റെ വിവാഹം നടന്നത് ഇവിടെ. പിന്നെ ഞാൻ പല രാജ്യങ്ങളും കണ്ടതെല്ലാം എനിക്ക് വിസ കിട്ടിയത്, ഈവൻ യൂറോപ്പിലേക്ക് വിസ കിട്ടിയതുപോലെ എനിക്ക് നേപ്പാളിൽ നിന്നാണ്. കാരണം ഈ നേപ്പാളിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ വന്നാൽ മാത്രം മതിയാവില്ല. അപ്പൊ ഞാൻ കൂടുതൽ വിവരണങ്ങളും വിശേഷങ്ങളും പറയേണ്ട കാര്യമില്ല. നമ്മുടെ മണികണ്ഠൻ സാറും നമ്മുടെ ചേച്ചിമാരും നമ്മുടെ ആബൂക്കൊക്കെ കറക്റ്റ് ആയിട്ട് പറയും. ഇനിയും ഞങ്ങള് അട്ടപ്പാടിയിലും അതേപോലെ തന്നെ, അട്ടപ്പാടിയിൽ പ്രോപ്പർട്ടിയുടെ കാര്യം എല്ലാവർക്കും അറിയായിരിക്കും. അവിടെ ഇതേപോലെ ഇവർ വരും. ഇവരുടെ വീടുകളിൽ ഞാനും പോകും. കാരണം നേപ്പാളിൽ വരുന്നവരെല്ലാം നമ്മൾ വിളിക്കാറുണ്ട്, പോകാറുണ്ട്, കാണാറുണ്ട്. കാരണം ആ സൗഹൃദങ്ങൾ തുടർന്നെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുന്ന സംതൃപ്തി. പിന്നെ കൂടുതൽ വിശേഷണങ്ങളും ആവശ്യമില്ല. ബാക്കി ഇവര് പറഞ്ഞോളൂ. നമസ്കാരം. ബോബിച്ചേട്ടനെ പിരിഞ്ഞു പോകാനൊരു വിഷമമുണ്ട്. പക്ഷെ ആ വിഷമത്തിലുപരി വളരെ മനസ്സിന് സന്തോഷമുണ്ട്. നേപ്പാള് കാണാൻ പറ്റിയല്ലോ എന്നുള്ളത്. നേപ്പാളിൽ നമ്മൾ വന്നിട്ട് 12 ദിവസമായി. ആ 12 ദിവസം പോയത് നമ്മൾ അറിഞ്ഞിട്ടില്ല. എത്ര പെട്ടെന്നാണ് ആ 12 ദിവസം കഴിഞ്ഞു പോയെന്ന് അറിയില്ലത്. രോമാഞ്ചം എടുക്കുന്നു പറയുമ്പോൾ. കാരണം അത്രയ്ക്ക് മനോഹരമാണ് ഇവിടെ. നല്ല നല്ല കാഴ്ചകളാണ്, പർവ്വതനിരകളാണ് എല്ലായിടത്തും താമസിക്കുന്ന. ഇവർ ഈ വില്ലേജുകൾ മാത്രമാണ് ഒരു ലാൻഡ്, നല്ല ലാൻഡുള്ളത്. ബാക്കി കംപ്ലീറ്റ് പർവ്വതനിരകളാണ്. ഈ പർവ്വതനിരകളുടെ മുകളിലൊക്കെ മഞ്ഞ്, അതുപോലെ തന്നെ ഹിമാലയ പർവ്വതങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്. അതിനൊക്കെ കാണാൻ വേണ്ടിയിട്ട് ബോബിച്ചേട്ടൻ നമ്മളെ കൂടെ വന്നിട്ടുണ്ട്, ഓരോന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും വരുവാണെങ്കിൽ നേപ്പാളിൽ തീർച്ചയായിട്ടും വരുക. നേപ്പാൾ നമുക്കൊരു ഫ്രണ്ട്ലി രാജ്യമാണ്. ചെറിയൊരു ഐ ഡി മതി, അതായത് വോട്ടർ ഐ ഡിയോ അല്ലെങ്കിൽ ആധാർ ഐ ഡിയോ ഉണ്ടെങ്കിൽ നേപ്പാളിലേക്ക് വരാൻ പറ്റും. നേപ്പാളിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത്, നമ്മുടെ 1000 രൂപ ഇവിടെ 1600 രൂപ മൂല്യമുണ്ട്. അപ്പൊ എല്ലാ സ്ഥലത്തും പോയി കാണാനുള്ള സാമ്പത്തിക ശേഷി എല്ലാവർക്കും കിട്ടും. ചെറിയൊരു പൈസ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും വരാം. ഇനി ഇവരുടെയൊക്കെ അനുഭവം പറയട്ടെ. ആത്മാർത്ഥമായിട്ട് പറയണേ, തള്ളൊന്നും വേണ്ട, എന്നെ പൊക്കണ്ട. ഞാനൊരു ബ്രാൻഡ് അംബാസിഡർ ഒന്നും അല്ല. തീർച്ചയായിട്ടും അതാണ് ഏറ്റവും വലിയ. നമ്മുടെ ചേട്ടായി കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇത് നേപ്പാളാണെന്ന് തോന്നുന്നേയില്ല. നമുക്ക് നമ്മുടെ നാട്, നമ്മുടെ വീട് എവിടെയെങ്കിലും പോയി കണ്ടുവരുമ്പോൾ ഓടി വീട്ടിലേക്ക് വരണം എന്നുള്ള ഒറ്റ വിചാരത്തിലാണ്. സന്തോഷം ഒന്നും പറയാനില്ല. ബോച്ചേട്ടൻ ഉള്ളതുകൊണ്ട് സമാധാനം, സന്തോഷം. എല്ലാവരും നേപ്പാള് കാണാൻ വരിക, കൂടെ ഉണ്ടാവുക. ഒന്നും പറയാനില്ല. നേപ്പാൾ അടിപൊളിയാണ്. അത് ബോബിയുടെ സഹായം കൂടിയുള്ള കാരണം ഞങ്ങള് അടിപൊളിയായിട്ട് നല്ല ഒരു റിസ്ക് ഒന്നും ഇല്ലാണ്ട് കാണാൻ ഞങ്ങക്ക് സഹായിച്ചത് ബോബിയാണ്. ബോബി ഉള്ളതുകൊണ്ട് ഞങ്ങക്ക് നാട് വിട്ടുപോയിന്ന് ഉള്ള ഒരു ഇത് തോന്നലില്ല. ശനി പറഞ്ഞ പോലെ ഒക്കെ ഹാപ്പി ആയിട്ട് പോണു. എൻ്റെ പേര് ഷഫി അബൂബക്കർ. ഞാൻ ബോംബെയിൽ സെറ്റിലാണ്. എൻ്റെ നാട് ഗുരുവായൂരാണ്. ബോബിന് ജസ്റ്റ് ഒരു ഗ്രൂപ്പ് മെസ്സേജിൽ ഞാൻ കണ്ടെത്തിയതാ. നേരിട്ട് സംസാരിച്ചിട്ടില്ല, ഒന്നുമില്ല, വീഡിയോസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇവിടെ വന്നിട്ട് ലൈവ് ജസ്റ്റ് ഇവിടെ എൻട്രി ചെയ്യുമ്പോൾ ബോബിനെ പരിചയപ്പെടുന്നു. ഭയങ്കര ഹാപ്പിയായി, ഒന്നും പറയാനില്ല. പിന്നെ ബോബിയുടെ ബിഹേവ് കാണുമ്പോൾ ഒന്നും തോന്നില്ല, ഒരു ആളായിട്ട് പെട്ടെന്ന് കാണുന്ന ഒരു ഇതാ തോന്നില്ല. പിന്നെ ഇവിടെ എല്ലാ സ്ഥലത്തും കണ്ടെത്തി കാണാൻ, എന്തെങ്കിലും ഡൗട്ടിനെയും നമുക്ക് സഹായിക്കാൻ, എന്തെങ്കിലും വയ്യായാല് എക്സ്റ്റെൻഡ് ചെയ്യുക, പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ റൂൾസ്, എല്ലാ കാര്യങ്ങളും നോക്കുക, എല്ലാ കോണ്ടാക്ട്സ് ഉണ്ട്, എല്ലാത്തിനും കോണ്ടാക്ട്സ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും റിക്വസ്റ്റ് ചെയ്യണം, വരണമെങ്കിൽ നേപ്പാൾ വരണമെങ്കിൽ ബോബിനെ തീർച്ചയായും കോണ്ടാക്ട് ചെയ്യുക. വേറെ ഒന്നും പറയില്ല. താങ്ക് യു. അപ്പോ ഇവര് പിരിയുകയാണ്. അപ്പൊ ഇനി നേപ്പാളിലേക്ക് വരാനുള്ളവരൊക്കെ വരുമ്പോൾ വിളിക്കുക. ഞാനൊരു ട്രാവൽ ഏജൻസി നടത്തുന്ന ആളോ ടൂർ ഓപ്പറേറ്റർ അല്ലാന്ന് ഞാൻ പല പ്രാവശ്യം പറയാറുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മലയാളികൾക്ക് ഒരു പാക്കേജ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ഒരു ടൂർ ഓപ്പറേറ്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. സ്വയം വരാവുന്നുള്ളൂ. ഏത് നിമിഷവും ഓടി വരാവുന്ന ഒരു രാജ്യം. ഡോക്യുമെന്റ്സിന്റേതായ പ്രശ്നങ്ങളില്ല. അപ്പൊ ഈസി ആയിട്ട് വരാവുന്ന ഒരു രാജ്യമാണ്. അപ്പൊ സ്വന്തമായിട്ട് വരാൻ മടിയുള്ളവർക്കൊക്കെ എപ്പോഴും ഒരു പാക്കേജ് എടുത്ത് തന്നെ വരിക. ഒരുപാട് ട്രാവൽ ഏജൻസികൾ, ബ്ലോഗർമാർ, ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ എന്നെ വിളിക്കാറുണ്ട്. ഞാനെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പൊ വരുന്നവരൊക്കെ വരിക. കാരണം ജീവിതം ഒരു യാത്രയാണല്ലോ. ഇനിയിപ്പോ ഈ നേപ്പാളൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ കണ്ട് ആസ്വദിക്കാൻ പറ്റിയ രാജ്യമായതുകൊണ്ട് പിന്നെ
ഒരു വിവരണത്തിന്റെ ആവശ്യങ്ങളൊന്നും ഇല്ല ഇതിന്റെ. എന്നിരുന്നാലും നേപ്പാള് മറക്കാതിരിക്കുക. അപ്പോ ലെറ്റസ് മീറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അപ്പൊ ഷൈനി ചേച്ചി ചേച്ചിക്കൊക്കെ വിഷമാണ്. എന്നിരുന്നാലും ഞങ്ങൾ നാട്ടിൽ കണ്ടുമുട്ടോ അട്ടപ്പാടിയിലും ഗുരുവായൂരൊക്കെ. താത്ത ഇവർക്കൊരു വിഷമം തന്നെയാണ്. ഇവിടെ വരുന്ന എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. അപ്പോ ഷാഫിക. അപ്പോ നമ്മുടെ ക്യാമറാമാൻ അവർ ബിലൗഡ് ജോസഫ് സാർ ഈസ് ഹിയർ. സോ whenever somebody comes or whenever they go, he is always little bit sad because he experienced and he knows what he can tell the departure of. Yeah, how we feel because many of our friends comes, stay in our house, but when they leave, when they depart from us, we really feel very sad. Now today we have 4 of our friends. They had been with us for few days. Now they are heading to India, that is Takarbita. So I feel very sorry, not me only, Bobby sir also feeling very sorry to depart from each other. So in future, if you have time, please do come. We are always here to help you, support you and guide you. Okay? അപ്പൊ വീഡിയോ പോവുകയാണ്. അപ്പൊ പറഞ്ഞതുപോലെ നേപ്പാളിലേക്കൊക്കെ വരുന്നവര് വിളിക്കുക, കാണുക. നമ്മുടെ വീട് ഇവിടെ ഉണ്ടാവും. ഞാൻ ഇല്ലെങ്കിൽ തന്നെ അവർ ജോസഫ് സാർ വിൽ ബി ഹിയർ, ഓർ ജോസഫ് സാർ ഈസ് ഹിയർ, ഓർ ജോസഫ് സാർ വിൽ ഹെൽപ്പ്. ഓക്കെ സാർ. അപ്പൊ എല്ലാവരും പോവാണ്. അപ്പോ ജീവിതം ഒരു യാത്ര. ഓക്കെ, എന്നാ ശരി. അപ്പൊ കാര്യങ്ങൾ ഈ പൈസയൊക്കെ ഇല്ലെന്നേ. ഓക്കെ ഇല്ലെങ്കിൽ എന്തെങ്കിലും വിളിക്കട്ടോ. ഓർഡർ കിടക്കണവരെന്തെങ്കിലും വേണ്ടി വിളിച്ചാൽ മതി. മറ്റേ ആ 2 പേര് കോതാങ്കലത്ത് നിന്ന് ബൈക്കിൽ ഇപ്പൊ വരും. അപ്പൊ താത്ത പറഞ്ഞോലെ നമുക്ക് അട്ടപ്പാടി കാണാം. മണിയേട്ടാ, ഷാഫിക. ഓക്കെ. കറിയൊന്നും വേണ്ട. അപ്പൊ അവര് പോവാ. അപ്പൊ 2 പേര് കോതാങ്കലത്ത് നിന്ന് വരുന്നുണ്ട് ബൈക്കില്. അപ്പൊ വണ്ടി സംബന്ധമായ കാര്യങ്ങൾ, വണ്ടിയും കൊണ്ട് വരുന്നവര്, ബൈക്കും കൊണ്ട് വരുന്നവര്, സൈക്കിളിൽ പോലും ഇവിടെ നേപ്പാളിൽ വന്നവരുണ്ട്. അപ്പൊ ഇനിയും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഞാൻ ഇവരുടെ നമ്പർ തരാം. കാരണം വന്നു പോയവരുടെ നമ്പർ കിട്ടുവാണെങ്കിൽ വന്നു പോയവരുടെ അനുഭവങ്ങളാണല്ലോ കൂടുതലും ഒരു പ്രചോദനം, കൂടുതൽ വിശ്വാസം. അപ്പൊ ഷാഫിക എല്ലാം പറഞ്ഞ പോലെ അൽഹംദുലില്ലാ, ഇൻഷാല്ലാ. ചേച്ചി താത്താ ഒന്നും പേടിക്കണ്ട, എന്തുണ്ടെങ്കിലും വിളിക്കാം. നമുക്ക് നാട്ടിൽ കാണാം കേട്ടോ. ഒരു ചെറിയ സങ്കടത്തോടു കൂടി തന്നെയാണ് പോണത്. അപ്പൊ മണിയേട്ടാ എല്ലാം പറഞ്ഞ പോലെ അട്ടപ്പാടി കാണാം, പരപ്പനങ്ങാടി കാണാം, എല്ലായിടത്തും കേട്ടോ. എല്ലാം പറഞ്ഞ പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം. ധൈര്യമായിട്ട് യാത്ര തുടരുക. ഓക്കെ. ഞാനൊരു വിഷമം പോലെ അല്ലേ? സാറില്ല താത്ത കാര്യമൊന്നും വേണ്ട. ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ യാത്രയിൽ നമ്മൾ കണ്ടുമുട്ടും. ഇതൊക്കെ നിങ്ങൾ എവിടെയോ ചെയ്തു വെച്ച നന്മകളുടെ അവശിഷ്ടം എന്ന് കൂട്ടിക്കോ. ഓക്കെ.